ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വീണ്ടും വന്നിരിക്കുകയാണ്. ഇതെൻ്റെ പുതിയ പെയിൻ്റാണ്. മറ്റേ ആളുടെ ഞാൻ പറയണ്ട അറിഞ്ഞോളൂ. എൻ്റെ വീട് കാണിച്ചത് നെറ്റാണ്. ഓക്കെ, എൻ്റെ പുതിയ വീട് കണ്ടിട്ടാണ് ഞാൻ ഇതും റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ ഇല്ല, എൻ്റെ മറ്റേ അത് ശരിയാ, എൻ്റെ മറ്റേ വേൾഡിൻ്റെ ഒരു റീബാക്ക് ഉണ്ട്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് എന്താണ് എൻ്റെ പോയതാ, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട്. ഇത് അവിടെ ഒരു വലിയ പാടാ നീ ബാ നമ്മുടെ ഡയമണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഡയമണ്ട് തന്നെ നിങ്ങൾ ഞെട്ടും. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫോണ്ടാക്കിയാണ്. ആർട്ടിഫിഷ്യൽ തന്നെ ഉണ്ടായതാണ്. നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഇപ്പം ഡയമണ്ട് എന്ന് പറയുന്നത് ചവറ് കണക്കിലാണ്. എത്ര പ്രാവശ്യം ചത്തുമെന്ന് ചോദിച്ചാൽ ചാകാൻ നേരമില്ലായിരുന്നു. ചത്തോണ്ടേ ഇരിക്കുമായിരുന്നു. ഇത് ഞാൻ വർഷങ്ങൾ വീഡിയോ ഇത്രയും ലേറ്റ് ആണെങ്കിൽ ഞാൻ ഡയമണ്ട് കണ്ടുപിടിക്കാൻ മാത്രം. ഈ അയണൊക്കെ എനിക്ക് സിമ്പിളായിട്ട്. പിന്നെ നമ്മൾ ഈ തൂങ്ങിക്കിടക്കുന്ന സാധനമുണ്ട്. ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ സാധനമാണ്. ഈ ഡപ്പയ്ക്കകത്താണ് അതെ ഈ സാധനം. ഇതുകൊണ്ട് ഞാൻ ഇത് കുറേ എണ്ണം ഉണ്ടാക്കിയത് നമ്മുടെ വീടിൻ്റെ ഇവിടെ ആയിട്ടെല്ലാം വെച്ച്. നമ്മുടെ വീട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇപ്പോൾ ഉറങ്ങണം രാത്രി ആകുന്നത്. നമുക്കിവിടെ ആണെങ്കിൽ സൺസെറ്റൊക്കെ കാണാം. ഇവിടെ അത്രയ്ക്ക് പോരെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും വരാം. ഇതിൻ്റെ അടിയിലത്തെ ഒരു റൂമുണ്ട്, അവിടെ നോക്കണം. ഇവിടെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഈ ജനലിൽ കൂടെ അപ്പുറത്തോട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇതിൻ്റെ ഈ വീടിൻ്റെ ഫുൾ സൈഡ് വശം എല്ലാ വശവും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്തിലാണ് ചവറെന്നല്ല പൂക്കളൊക്കെ. ഇത് നമ്മൾ വീട്ടുമുറ്റത്ത് നമ്മൾ വിതറിയിടാൻ വേണ്ടി വെച്ചാണ്. കുറച്ച് വുഡിൻ്റെ ആവശ്യം വന്നാലൊക്കെ നമുക്ക് ആദ്യം ചെന്ന് കടന്നുറങ്ങിയിട്ട് വരാം. സൈഡ് വശം ഒന്നും കാണിച്ചില്ല, ഞാൻ അത് പെട്ടെന്ന് കാണിച്ചു തരാം. സൈഡ് വശമൊക്കെ ഒന്നും കാണിച്ചു. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ തന്നെ പണിഞ്ഞ വീടായിരുന്നു. ഇത് കാണാൻ എങ്ങനെയൊന്നും എനിക്കറിയാം കേട്ടോ. കണ്ട് ഇതാണ് ഇവിടെ നിന്ന് നോക്കാൻ പറ്റുന്നത്. കണ്ടോ, നോക്കൂ എന്ത് രസമാണ്. ഇതങ്ങനെ മൂടിയല്ല. ഇവിടെ ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ ഇതിവിടെ ഒരെണ്ണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചുമ്മാ സെറ്റ് ചെയ്തൊക്കെയാണ്. നമ്മളിനിയും വീടിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചതാണ്. ഇതാണ് ഈ സൈഡ് വശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് കുതിരേനെ ഇടാനുള്ള സ്ഥലമാണിത്. കുതിരേനെ ഇടാനുള്ള സ്ഥലമാണ്. ഈ ബാക്കിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ബാക്ക് സൈഡ് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഓക്കെ, യൂസ് ബൈറ്റ് ചലഞ്ച്. നിങ്ങൾ വിചാരിക്കും ഈ സൈനാപ്പി എന്തുവാണെന്ന്. ആ സാധനം കാണണം. അത് മറ്റേ ആദ്യം അതെൻ്റെ അടുക്കളയായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചത്. നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇവിടെ വെച്ച് കളഞ്ഞടാ. പക്ഷേ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയേക്കാം. ആരും വിട്ടുകൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിളാണ് കിട്ടുന്നത്. പറ്റുമോ? ആരെല്ലാം മതി. നമ്മുടെ ഇവിടെ ആയിട്ട് നിൽക്കട്ടെ. നമ്മുടെ വീട്ടിൻ്റെ ആഘോഷമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ വഴി നിങ്ങൾക്കറിയാമല്ലോ. ഈ വഴി എന്താണ് ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇത് മറ്റേ നമ്മുടെ കുതിരേനെ ഇടുന്ന സ്ഥലം. നമ്മുടെ ഇവിടെ കുതിരേനെ നല്ല രസമാണ്. കുതിരയൊക്കെ ഒരു ബൈബ് പിടിച്ച സ്ഥലമൊക്കെ നമുക്കാണ് ഭ്രാന്ത് പിടിച്ച സ്ഥലം. ഓക്കെ, നമ്മളിങ്ങനെ കയറിയ ഇവിടെ നിന്ന് ഈ 2 ഡോറ് പറഞ്ഞാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത്. ഇതടച്ചേക്കാം. ഓക്കെ, ഇതിൻ്റെ മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ ബെഡ്റൂം. ഇതാണ് എൻ്റെ വീട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ടേക്കൊന്ന് പോകണം.
ഇവിടെ തന്നെ കറങ്ങി നിന്ന് ഒരു കുതിരേനെ എങ്ങനെയും ഒപ്പിക്കണം. കുതിരേനൊക്കെ പെട്ടെന്ന് കിട്ടും. മറ്റേ കുതിരയുടെ പുറത്തില്ല സേഡിലോ അങ്ങനെ കണ്ട് പറയുന്ന സാധനം അത് നമ്മൾ കണ്ടില്ല. എൻ്റെ കയ്യിലുള്ള ഈ പിക്കാക്സ് കണ്ടോ, ഇത് ഡയമണ്ടിൻ്റെയാണ്. ഇത് ഞാൻ ഡയമണ്ട് ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ഇത് തൊടാതെ വെച്ചിരിക്കുകയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. തൊടാതെ ഇപ്പോഴാണെന്ന് തൊടുന്നത്. ഉണ്ടാക്കിയപ്പോൾ കൈ കിട്ടിയല്ല, വേറെ ഒന്നും ഞാൻ കളിച്ചു. സാഡിലിന് കുറച്ച് ലെതറും ഇതും പോരും. നമുക്ക് പശുവിനെ കൊന്നിട്ട് വന്നാൽ മതി. ലെതർ കിട്ടും. ലെതറൊക്കെ ഇപ്പോൾ കിട്ടും. ലെതറൊക്കെ ഇപ്പോൾ പശു അവിടെ പശു ആടിനെ കൊന്നിന് കിട്ടുമോ? കിട്ടും. ആടിനെ കൊന്നിന് ഫുഡ് കിട്ടത്തില്ല. ഫുഡ് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ആ വൈറ്റ് വുഡ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ആ മലയുടെ അവിടെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഇതുണ്ടാക്കിയത് ഒരു കുതിരേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നെതർ പോർട്ടൽ. അതുകൊണ്ട് എന്തൊരു വലിപ്പമല്ലേ ഇത്, നിങ്ങൾ കൊണ്ടാട്ടുണ്ടായിരിക്കും. എന്തൊരു വലിപ്പമല്ലേ, ഭയങ്കര വലിപ്പം കേട്ടോ. ഇതിനകത്ത് നിന്ന് എനിക്ക് മറ്റേ ഇതൊക്കെ കിട്ടി. ഇതുണ്ട് ഇതിനകത്ത് ഇവിടെ കൊണ്ട ഇതിനകത്ത് ഉള്ളു ഞാൻ അടുത്ത് നമ്മൾ ഈ ആയുധം എടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന് ഒബ്സിഡിയൻ കുറച്ച് ആവശ്യമുണ്ട്. ഡാർക്ക് ഒബ്സിഡിയനാണ് ആവശ്യമുള്ളത്. ഡാർക്ക് ഒബ്സിഡിയൻ നമുക്ക് കൊത്തിക്കൊണ്ടങ്ങ് പോവാം. ഒബ്സിഡിയൻ മാത്രം കിട്ടി. അതാണ്ട് ഒരു കവനിയും കിട്ടി. ല്ലേ ലെതർ തന്നില്ല, തന്നെ പശു. ഇവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞാൻ ഈ സ്പോട്ട് തന്നെ എടുത്ത്. എൻ്റെ വീട് കാണാൻ എന്തൊരു രസമല്ലേ. കണ്ട അവിടെ നിന്ന് കാണാൻ പറ്റും വീടിൻ്റെ മണ്ടാശം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിനി നേരെ അങ്ങോട്ട് പോയേക്കാം. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കാം. നമുക്കിത് പറഞ്ഞ് കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം. ഞാൻ മറ്റേ തിളങ്ങുന്ന പോകാനില്ല, അതെനിക്ക് വേണമെന്നുണ്ട്. തിളങ്ങുന്ന മറ്റേ ഇതുപോലത്തെ പൂച്ചയുണ്ട്, അത് ആവശ്യമുണ്ട്. അവൻ ലെതർ ആർമറാണ്. ലെതർ ആർമറായിട്ട് എന്നെ അടിക്കുന്നോടാ. പേടിയില്ലടാ നിനക്ക്, പേടിയില്ല, നിനക്ക് പേടിയില്ലേ? എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഓടിക്കോ. ഇല്ല, 2 SP. ഇതുണ്ട് ഈ ഗോൾഡൻ്റെ സാധനം. ഇതങ്ങനെ തിന്നാൻ പറ്റൂലേ? എനിക്ക് മറ്റേ ഇതിനകത്ത് നിന്ന് കിട്ടിയത് കേട്ടോ, നെതർ പോർട്ടൽ. പക്ഷെ ഇരുന്നിട്ടാ തിന്നണ്ട, പക്ഷെ അങ്ങനെ എന്താണ് നമുക്ക് കുറച്ച് കല്ലെടുത്തിട്ട് നമുക്ക് ഇതാണ് എൻ്റെ ഫർണസ് എല്ലാം ഞാൻ അവിടെ വെച്ചിട്ട് വന്നടാ. എൻ്റെ ഈ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ. കേവുണ്ട് ചുമ്മാ എല്ലാം കൂടി ഇങ്ങോട്ട് തെളി പെറുക്കിക്കൊണ്ട് വന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ടെ ഇത് കല്ല് കൊത്തിക്കൊണ്ട് വരാം. കല്ലും കൊത്തിക്കൊണ്ട് വരാം. ഇതുവരെയായിട്ട് ഞാൻ കല്ല് കൊത്തിയിട്ടില്ല കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുവരെയായിട്ട് ഞാൻ കല്ല് എടുത്തിട്ടില്ല, കണ്ടോ? ഞാൻ കല്ലെടുത്തിട്ടില്ല. ഇതെനിക്ക് മറ്റേ വില്ലേജിൽ നിന്ന് കിട്ടിയത് ഈ സാധനങ്ങൾക്ക്, കല്ലിൻ്റെ സാധനം. എവിടാ, ഞാൻ അപ്പോൾ ഒരു പ്രോ തന്നെ കേട്ടോ. എനിക്ക് ഞാൻ ഇതുവരെയായിട്ടും കല്ലേ തൊടാതെ ഇത്രയും ഒപ്പിച്ചത് ഞാനൊരു പ്രോ തന്നെ. അത് ഇനിയും ബഗ്ഗാണ്, അതല്ല കല്ലിൻ്റെ ടൂൾസ് എടുക്കുമ്പോഴത്തും ഇത് കാണിക്കണ്ടല്ലേ? അങ്ങനല്ലേ ഇത്? അതോ എൻ്റെ മൈൻക്രാഫ്റ്റിന് ഇതെന്തെങ്കിലും പറ്റിയതാണോ? നിങ്ങളൊന്ന് കമൻറ്റും ലൈക്കും ചെയ്യേണ്ടതാണ്, പ്ലീസ്. എന്താ
ഒരു ലൈക്കല്ലേ ചോദിക്കുന്നുള്ളൂ. വേണ്ട, ഇതാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ആക്കാം. ഒരു ലൈക്ക് തന്നില്ലേലും കുഴപ്പമില്ല. ഒരു സബ് ലൈക്കും സബും ചെയ്യാത്ത ലൈക്കും സബും ഉടനെ തന്നെ ചെയ്തേക്കുക. ലെതർ കിട്ടിയോ? ഇല്ല. നമുക്ക് വേണ്ടത് ഉണ്ടാക്കി. ഓ, ഗോൾഡ് ബ്ലോക്ക്. പക്ഷേ എൻ്റെ ഗോൾഡ് ബ്ലോക്ക് നമുക്ക് മറ്റേത് ഗോൾഡ് ബ്ലോക്ക് തന്നെ ആക്കി വെച്ചേക്കാം. അല്ല, വേണ്ട, ഞാൻ പോർട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്കൊരു ജഡ്ഡി ഉണ്ടാക്കണോ അതോ ഇതുണ്ടാക്കണമെന്ന്, ഹെൽമെറ്റ് ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. ഇതിനുണ്ടാക്കാൻ 2 4 വേണം. ഇതുണ്ടാക്കാൻ ഇതൊരെണ്ണം ഉണ്ടാക്കാം. ഒരു ഷൂട്ട്സ് ഉണ്ടാക്കാം. ബൂട്ട്സ്, ഷൂസ് എല്ലാം പറയാം. ബൂട്ട്സ് ഉണ്ടാക്കാം. അതൊക്കെയാണ് മറ്റേ ഫർണസ്. അവിടെ ഫർണസ് എടുക്കുക. നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഫർണസ് ഇവിടെ വെച്ചു. നമുക്ക് വുഡില്ലടാ. ഇത് എന്തിനാവത്തില്ല. ഇത് എവിടെ കൊടുക്കും? ഓക്കെ, നമുക്കിനി ഇത് ഫുള്ള് നമുക്ക് തിളങ്ങുന്ന ആ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബുക്ക് വേണം. ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം വേണം. ആ വില്ലേജ് ഇതുണ്ട്, അതിനകത്ത് നമുക്ക് പോയി എടുക്കാം. എന്തോ ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്നും വേണ്ട. ഓക്കെ, ഞാൻ സുന്ദരനായി. പിച്ചക്കാരനാണെന്ന് വിചാരിക്കത്ത് കാര്യമില്ല. നമ്മൾ ഈ ഡയമണ്ട് വെച്ചിട്ട് നമുക്കൊരു ആർമർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള എല്ലാ എൻചാൻറ്റിങ്ങും നമുക്ക് ചേർക്കാം. 24 ഡയമണ്ട്. ആരുടെയും കയ്യിലുണ്ട് 24 ഡയമണ്ട്. പക്ഷെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇത് വലിയ ഉള്ളിയാണ്. ഇത് വെച്ച് എത്ര ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും? ഡയമണ്ടിൻ്റെ എത്ര ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും? എത്ര ഉണ്ടാക്കാൻ പറ്റും ബ്ലോക്ക്? 2 ബ്ലോക്ക് സ്റ്റാക്ക് ഓഫ് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് വീണ്ടും ഡയമണ്ട് കൊത്താൻ പോകണം. ഇത് കിട്ടും. ഓടാ കറക്റ്റടാ. എന്തെങ്കിലും മിസ്സിങ്ങാണ്. ഞാനിത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ വിളിക്കാവേ. ബൈ. ഗൈസ്, ഇത് കണ്ടോ? ഇത് ഞാൻ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തത് കേട്ടോ. ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം നെതർ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്തു. ഒരു വില്ലേജിൽ പോയി. അവിടെ നിന്ന് പിന്നെ ഒരു വാർഡൻ എന്ന് പറയുന്ന ഒരു സുനാപ്പയുണ്ട്. അവിടെ നിന്ന് എനിക്ക് ഈ സാധനം കിട്ടി. ഇത് അറിയുമ്പോൾ എന്തോ SP അങ്ങോട്ട് വരുന്നുണ്ടോ? അതുകൊണ്ട് ഈ SP വരുന്നത്. പിന്നെ എൻ്റെ സാഡിയിലിട്ട് ഇതാണ്ട് ഇതെന്തോ ഇത് കുടിച്ചിട്ട് ആ വില്ലേജിൽ കുറേ ആൾക്കാർ അറ്റാക്ക് ചെയ്ത് അവന്മാരെ 2-3 പ്രാവശ്യം കൊന്നപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടി. അതുകൊണ്ട് പിന്നെ ഈ നെതറിൽ പോയി ഇതെടുത്ത് ഗായ്സ്, ഞാൻ ഒരു കാര്യം പറ്റും. ഈ സാധനമില്ലേ, ഈ സാധനം ഞാൻ ഇതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഇത് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കിത് ഇത്ര കിട്ടിയുള്ളൂ. ഇതെന്താ ഇങ്ങനെ? ഞാൻ ചുട്ടപ്പോൾ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ ഗായ്സ്. ഇതെന്താ ഇതെന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഈ സാധനം ഇത് വാർഡൻ്റെ അവിടെ നിന്ന് കിട്ടിയതാ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട ഈ ഒരു താക്കോലിട്ട് ഒരു മെഷീനകത്ത് താക്കോലിടുമ്പോഴത്ത് നമുക്ക് എന്തോ ഓപ്പണായിട്ട് കുറേ നേരം അത് നിങ്ങൾ ഈ വിചാരിക്കും ഇത് ഞാൻ ഒരു നേരം കൊണ്ട് ഞാൻ ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു ഉച്ച എത്ര 4 മണിയായി കാണും. 4:23 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇരുന്നതാണ്. ഇപ്പോഴാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് കിട്ടുന്നതെന്ന്. നിങ്ങൾക്കിപ്പോൾ ഇത് വേറെ ഒരു സാമ്പിൾ ഇത് കളയല്ല മോനെ. ഞാൻ വർഷങ്ങളെടുത്ത് കണ്ടുപിടിച്ച. പിന്നെ ഈ ഗ്ലോ സ്റ്റോൺ ഇതെന്തോ സാധനമെന്ന് അറിയത്തില്ല.
ഗ്ലോ സ്റ്റോണിൻ്റെ ഇതെന്തോ ഞാൻ വേണ്ട കിടക്കും. ഈ ലൈറ്റ് ഞാൻ എടുക്കാൻ വേണ്ടി പൊട്ടിച്ചപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയത് കണ്ട് ഈ സാധനം. എൻ്റെ കയ്യിലുള്ള ഡയമണ്ടിൻ്റെ എല്ലാ പിക്കാക്സും എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു കാരണവശാലും പേടിക്കണ്ട. ഇതുണ്ട് ഡയമണ്ട് ഞാൻ വീണ്ടും പോയി മൈൻ ചെയ്തുകൊണ്ട് വരുമെന്ന് വരും. അതുകൊണ്ട് ഈ ഗ്ലോ സ്റ്റോൺ പൊടി ഇട്ടിട്ടുണ്ട്. ഇതെന്തോ സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇത് മറ്റൊരു പലക പോലത്തെ എന്തോ സാധനം പണിഞ്ഞ് വെച്ചേക്കുന്നത് നെതറിൻ്റെ അവിടെ. ഇതെല്ലാം പൊളിച്ച് ഞാൻ കീറി അവിടെ ചെന്നപ്പോൾ ഇത്രയും ഇത് കിട്ടി. അവിടെ നിന്ന് കുറേ എണ്ണം പോയപ്പോൾ കൊണ്ട് കുറേ സാധനം കിട്ടി. ഞാൻ അതൊന്നും എടുത്തില്ല. അവിടെ ഒരു കറുത്ത മനുഷ്യൻ സ്കെൽട്ടൻ്റെ ഇട്ടിട്ട് സാധാ ഒരു സോഡും പിടിച്ചിട്ട് എന്നിട്ട് ആ പകുതി ആട്ടവൻ കൊണ്ടുപോയി. പിന്നെ ആ വള്ളം കടന്ന് സമയത്ത് ട്രൈഡൻ്റ് കിട്ടി. മറ്റേ അവന്മാരുടെ ട്രൈഡൻ്റ് ഒക്കെ എനിക്കറിയാം. ഇതറിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അയ്യോ തണ്ടിക്കുന്നു. അതെനിക്ക് കാണാതെ അത് കിട്ടുമോ? ഓക്കെ, ഇനി നമുക്ക് നേരെ നമുക്കിത് ഫുള്ളൊന്ന് ഇതാക്കിയേക്കാം. നെതറൈറ്റ് വീണ്ടും ഇത് തന്നെ കൊടുക്കണം. സൂപ്പർ. ഇത് കൊടുത്തു. ബോയ് ബ്രോ. ഞാൻ നെതറൈറ്റ് ഇപ്പോൾ തീരുമല്ലോ. കംപ്ലീറ്റ്. ദൂരിട്ട് നമുക്ക് എടുത്തിട്ട് ഇതൊന്നുമില്ല. ബൂട്ട് ഇതാക്കിയില്ലല്ലേ? ബൂട്ട് നോർമല. ബൂട്ടും കൂടി ഒന്ന് ശരിയാക്കണം. ഇനിയും ചെയ്യണം. ഇതുണ്ട് ഗോൾഡ് ആവശ്യത്തിന് വേണം. ഇപ്പോഴാണ് ഗോൾഡിൻ്റെയൊക്കെ ഒരു വാല്യൂ തന്നെ അറിയുന്നത് കേട്ടാ. നമുക്ക് ബൂട്ടിടാം. ബൂട്ടിനകത്ത് ഇത് ഓൾറെഡി ഉണ്ടോ? ഞാൻ എന്നിട്ടുണ്ടോ കാണാൻ? ബൂട്ടിനകത്ത് ഇത് ഓൾറെഡി ഉണ്ട്. വടിയും കുറിയൊന്നും കാണിക്കുന്നില്ല. ഇതൊന്നും കൂടി ചെയ്തേക്കാം. എൻ്റെ ഒരു നിയമപരാതി ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ ഇതെല്ലാം കൂടി കൊടുത്തില്ല. ഇത് ലാസ്റ്റിലത്തെയാണ്. ബാക്കി വേറെയാണ്. ഇത് ഡയമണ്ടാണ്. ഇതൊക്കെ ഡയമണ്ടാണ്. ഞാൻ നെതറൈറ്റ് ആക്കിയില്ലടാ. ഇതെങ്ങനെ നെതറൈറ്റ് ആർമർ ആക്കുന്നു? നെതറൈറ്റ് ആർമർ ഇത്രയൊക്കെ നമുക്ക് മതി. എൻ്റെ വയറ് അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ദാനമെല്ലാം നമുക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. നമ്മുടെ ഇതിനകത്ത് ചെന്നിട്ട് അതെല്ലാം ഓരോന്നൊക്കെ ഓടിച്ചത് ഡയമണ്ട് ഇത് എൻ്റെ ബോട്ടിട്ട് ഏതാ ലുക്കല്ലേ എൻ്റെ മോനെ? സീൻ ലുക്കല്ലേ ഞാൻ ഒരു സംഭവം തന്നെ. ബോയ്സ്. അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിക്കാറാട്ടെ. നമുക്ക് കുറച്ചുകൂടി ഈ സാധനമൊക്കെ ഇതിനകത്ത് വെച്ചാലും ഡയമണ്ടൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടാവും. ഇതെല്ലാം ഇതിനകത്ത് തന്നെ. ടോട്ടോ ഓഫ് ഫണ്ട്, അതാണ് അതിൻ്റെ പേര്. ടോട്ടോ ഓഫ് ഫണ്ട്. ഇത് 16 പോയിക്കോട്ടെ. സാഡിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അത് ഇപ്പോഴേ എടുക്കണം. ഞാൻ ഉറപ്പായിട്ടും ചെയ്യാവുന്നേ. അത് നിങ്ങൾക്കറിയാം. ഞാൻ ഓർപ്പിച്ചേക്കാം. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഇത്ര നല്ല SP ആണല്ലോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ. എന്തോ ചെയ്യാനാ. ഓക്കെ, നമുക്ക് ഈ ആർമർ എടുത്തിട്ട് ഇത് എൻ്റെ ഈ ആർമർ അങ്ങോട്ട് ഊരി വെച്ചേക്കാം. ബ്ലാക്ക് നമുക്ക് ഊരി വെച്ചേക്കാം.
ബ്ലാക്ക് നല്ല റെയറാണ്. ബ്ലാക്ക് നല്ല റെയർ. ഇത് ഡയമണ്ട് ആളാ. എങ്ങനെ നെതറൈറ്റ് ആക്കുന്നത്? നെതറൈറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നെതറൈറ്റ് ആക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എൻ്റെ നോർമൽ ടെംപ്ലേറ്റ് ഉണ്ടോ? ഞാൻ മറ്റേ എൻ്റെ പോർട്ടലിൻ്റെ അവിടെ വെച്ചേക്കുമോ? ഇവിടെ ഞാൻ ഇപ്പോഴാണ് കത്തി. ഞാൻ ഇപ്പോൾ പോയി അത് എടുത്തിട്ട് ഞാനിപ്പോൾ അത് പോയി എടുത്തിട്ട് ഇപ്പോൾ വരാവേ ഗൈസ്. ഒരു സെക്കൻഡ്. ഹലോ ഗൈസ്, പിന്നെ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് അറിയാത്ത ഈ ഷവല് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ടെംപ്ലേറ്റ് ഞാൻ നോർമൽ ടെംപ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ അയണും കുറച്ച് വുഡും എടുത്തതിന് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഈ ടെംപ്ലേറ്റ് അല്ല, ഞാൻ കയ്യെ പിടിച്ചിരിക്കുന്നില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ പോലത്തെ ആ സാധനം അതുണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ടെംപ്ലേറ്റ് ഇല്ലേ, നോർമൽ ടെംപ്ലേറ്റ് അത് ഇവിടോട്ട് വെച്ചിട്ട് നമുക്ക് എന്തുവാണോ നെതറൈറ്റ് ആക്കണം അതും ആ സാധനവും എടുത്ത് വെച്ചാൽ മതി. നെതറൈറ്റ് ആയി കിട്ടും. ഞാനിപ്പോൾ ഇത് നെതറൈറ്റ് ആക്കുക. പിക്കാക്സ് ഞാൻ ഉണ്ടാക്കണം. എന്താ ഇടാൻ പറ്റും? ഇതാ പറ്റിയല്ലോ. സോഡ് നെതറൈറ്റ് ആക്കാൻ പറ്റില്ല. ആക്സ് പറ്റും. സോഡ് നെതറൈറ്റ് ആയില്ലേ? എന്താ സോഡ് നെതറൈറ്റ് നെതറൈറ്റ് ആണല്ലോ. സോഡ് ഇപ്പം ആക്കാൻ പറ്റത്തില്ലേ? സോഡ് ആക്കാമല്ലോ. സോഡാക്കാമല്ലോ. അതെന്താ പറ്റാത്തേ? അതെന്താണ് പറ്റാത്തത്? സോഡ ആക്കാൻ പറ്റുന്നില്ലല്ലോ. അതങ്ങനെ ഇരിക്കട്ടെ. ഇത് അതായുള്ളതല്ല. അതെൻ്റെ ചെക്ക് കാണുകയാണ്. ജസ്റ്റ് ലാപ്പീസുലാസ്ലിസി ഇല്ല നമ്മുടെ കയ്യിൽ. അഡ്വാൻസ് ആർമേഴ്സൊക്കെ ഇവിടെ തന്നെ ഇട്ടേക്കാം. ലാപ്പീസുലാസ്ലിസി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെൻ്റെ ഒരു രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. നിങ്ങളിപ്പോൾ 20-30 കാണുന്നുണ്ട്. ഇതാണ്ട് നിങ്ങൾ ഇപ്പം കാണുന്നത്. ഞാൻ വരുന്ന വഴിക്ക് ഫുഡും കഴിച്ച് ഞാൻ കഴിച്ചു. പെട്ടെന്ന് ആങ്കർ പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാനിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ഉണ്ട്, അവിടെ തന്നെ ഇരുന്നു അല്ലേ. അല്ലെങ്കിൽ കഴിക്കാൻ എങ്ങനെയും ഒപ്പിക്കുന്നുണ്ട്. ഞാൻ ഇത് എൻജാൻഡ് ആക്കിയിട്ട് മറ്റേ ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പീസുലി ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ പെട്ടെന്ന് വിളിക്കാവേ. ഹലോ, എപ്പോഴാണ് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഫുഡും ഇതും കിട്ടിയിരിക്കുന്നത് കുറച്ചൊന്നും ഇത് വേണ്ട. പിന്നെ വേണ്ട ഈ ഇത് ഗാസ്റ്റ് ഇത് ചെറിയ ഗാസ്റ്റില്ല. ആ ഗാസ്റ്റിനെ കിട്ടി. ഗാസ്റ്റ് ഞാൻ തോന്നുന്നു ഒരു എല്ല് പോലത്തെ സ്ഥലമില്ല. നെതറിലോട്ടൊന്ന് പോകേണ്ടി വന്നു. എന്നിട്ട് കുറച്ച് ടെംപ്ലേറ്റ് ഒപ്പിക്കാൻ വേണ്ടി നെതറിലോട്ടൊന്ന് കൊണ്ടുവന്നു. അവിടെ പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷേ നമുക്ക് എന്തോ ഹാപ്പി ഗാസ്റ്റ് അതിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹാപ്പി ഗാസ്റ്റ് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് നിന്ന് ഡ്രാഗനെ കൊന്നാൽ മതി. ഇല്ല, അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിരിക്കണമെന്ന് എനിക്കുണ്ട്. നമുക്ക് ഈ പോച്ച കിട്ടിയായിരുന്നു. പോച്ച അവിടെ ഇവിടെ ഇട്ടൊക്കെ നോക്കാം. ടെംപ്ലേറ്റും കൂടി നോക്കട്ടെ വെച്ചത്. ഓക്കെ, ഇനി ഈ പോച്ച എടുത്ത് നമ്മൾ എല്ലായിടത്തും ഇതറിയണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊന്നും ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ നിങ്ങളെ പറ്റിച്ചു. എന്നാലും പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നു. നമുക്ക് ഇവിടെ ഒരെണ്ണം വെക്കണം, ഇവിടെ ഒരെണ്ണം വെക്കണം. ഇത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ടെണ്ണമായിട്ട് കിട്ടും ഗൈസ്. ഇതാണ് ഇതിൻ്റെ നല്ല കണ്ടോ, രണ്ടെണ്ണമായിട്ട് കിട്ടും. ഇതിൻ്റെ 29 ഉള്ളൂ.
രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം മറ്റേ ഇതും കൊണ്ടാണ് കുത്തുന്നത്. ഇവിടെ ഇത് എക്സ്ട്രാ ആയിട്ട് എങ്ങനെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ഞാൻ യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടേ. എന്തൊക്കെയോ ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ കുറച്ചും കൂടി കിട്ടും. അങ്ങനെയാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും എനിക്ക് മറ്റേ എന്താണ് അതൊന്നും എടുക്കാതെ കളിച്ചതിന് ഒരു ലൈക്ക് തരണം ഗൈസ്. നിങ്ങൾ കഷ്ടമുണ്ട് ഗൈസ്. ലൈക്ക് താ ഗൈസ്. ഒരു ലൈക്ക് ഒരു ലൈക്ക് താ. ഒറ്റയ്ക്ക് ഒരു ലൈക്കല്ലേ ചോദിക്കുന്നുള്ളൂ. ലൈക്കും സബും. നിങ്ങൾ ലൈക്ക് അടിച്ചില്ലേലും ഒരു കുഴപ്പമില്ല. സബ് അടിക്കുക ഗൈസ്. സബൊന്ന് അടിക്കുക ഗൈസ്. നമുക്ക് ഇവിടെയും കൂടി നടാം. ഇവിടെയും കൂടി നടാം. റോഡ് ടു 1K ആണ്. റോഡ് ടു 1K. വെറും 1K. വെറും 1K. ഒന്നടിച്ച 1K. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന്. ഒന്നൊരു 1K. രാവിലെ തൊട്ടിട്ട് ഒരു 1K. ഉച്ചയ്ക്ക് ഒരു 1K അല്ലേ ചോദിക്കുന്നുള്ളത്. ഒരു 1K ഇതാ ഗൈസ്. ഒരു 1K. ഒരു ലൈക്കെങ്കിലും തരുന്നുള്ളൂ. ആരും അവർ കാണുന്ന പോലും ഇല്ല എൻ്റെ ഈ. നമ്മുടെ ഇതിൻ്റെ മണ്ടയ്ക്കുണ്ട്. നമുക്ക് ഇവിടെയും കൂടി വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ ആൻഡ് സീ യു.